ഭോജരാജാവ് സിംഹാസനാരോഹണത്തിന് തയ്യാറാകുന്ന മൂന്നാമത്തെ ദിവസം. കഴിഞ്ഞ 2 ദിവസങ്ങളിലും 1ഉം 2ഉം പടികളിലുള്ള സാലഭഞ്ജികകൾ വിക്രമാദിത്യ മഹാരാജാവിനെക്കുറിച്ച് പറഞ്ഞുള്ള അവധാന കഥകൾ ഭോജരാജാവ് കേട്ടു. ഇന്ന് 3ആം ദിവസം അദ്ദേഹം ആ പടികൾ കയറാൻ ആരംഭിച്ചു. 1ഉം 2ഉം പടികൾ കയറി 3ആമത്തെ പടിയിൽ കാലുവച്ചപ്പോൾ ആ പടിയെ കാക്കുന്ന സാലഭഞ്ജിക കണ്ണു തുറന്നു. അവൾ പറഞ്ഞു, "അല്ലയോ രാജാവേ, വിക്രമാദിത്യ ചക്രവർത്തിയുടെ ഇത്രയും കഥകൾ കേട്ടിട്ടും ഈ സിംഹാസനത്തിൽ കയറിയിരിക്കാനുള്ള മോഹം അങ്ങ് ഉപേക്ഷിച്ചില്ലെന്നോ? അത്ഭുതം തന്നെ. നിങ്ങളുടെ വിക്രമാദിത്യ രാജാവ് അത്രയ്ക്ക് കേമനോ?" ഭോജരാജാവ് ചോദിച്ചു. അതിനുത്തരമായി രതിഭാമ എന്നു പേരുള്ള ആ പ്രതിമ ഒരു കഥ പറയാൻ തുടങ്ങി. വിക്രമാദിത്യ ചക്രവർത്തിയുടെ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് സങ്കടം പറയാനുണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിനായി കൊട്ടാരത്തിൻ്റെ പടിവാതിൽക്കൽ ഒരു ആശ്രയമണി സ്ഥാപിച്ചിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും രാജാവിനോട് ഉണർത്തിക്കാനുണ്ടെങ്കിൽ ആ മണി മുഴക്കിയാൽ മതി. അവർക്ക് രാജാവിനെ കണ്ട് സങ്കടം പറയാം. മണി സ്ഥാപിച്ച ശേഷം വർഷങ്ങൾ കഴിഞ്ഞുപോയി. ആ മണി മുഴങ്ങിയതേയില്ല. കാരണം ആൾക്കാർക്കാർക്കും തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അത്രയ്ക്ക് സദ്ഭരണമായിരുന്നു വിക്രമാദിത്യൻ്റേത്. എന്നാൽ ഒരിക്കൽ ആ മണി മുഴങ്ങി. അതിൻ്റെ കൂടെ തന്നെ ഉച്ചത്തിലുള്ള നിലവിളിയും കൊട്ടാരത്തിലുള്ളവർ കേട്ടു. മന്ത്രിയായ ഭട്ടി ഉടനെ തന്നെ അവിടെ എത്തുകയും ഇടയ്ക്കിടെ മണിയടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബ്രാഹ്മണനെ കാണുകയും ചെയ്തു. അയാൾ ദീനദീനം വിലപിക്കുന്നുണ്ടായിരുന്നു. ഭട്ടി അയാളെയും കൂട്ടി വിക്രമാദിത്യൻ്റെ അടുക്കലെത്തി. ഉജ്ജയിനിയിൽ തന്നെ താമസിക്കുന്ന ശർമ്മിഷ്ഠൻ എന്ന ബ്രാഹ്മണനായിരുന്നു അത്. അയാൾ അയാളുടെ 7 വയസ്സായ മകനെയും കൂട്ടി സമുദ്രത്തിൽ സ്നാനത്തിന് പോയതാണ്. ഒരു വലിയ മത്സ്യം വന്ന് അയാളുടെ മകനെ വിഴുങ്ങി. അയാൾ ആകെ തകർന്നു പോയി. അവിടെ നിന്നും സങ്കടം ഉണർത്തിക്കാൻ വന്നതാണ് ആ ബ്രാഹ്മണൻ. കഴിയുന്നത്ര വേഗത്തിൽ പ്രജകളുടെ സങ്കടം നിവർത്തിക്കേണ്ടത് രാജധർമ്മമാണ്. വിക്രമാദിത്യൻ ഉടനെ തന്നെ കുലദേവതയായ ഭദ്രാദേവിയെ ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചു. തിരികെ വന്ന ശേഷം മന്ത്രിയായ ഭട്ടിയോട് അടുത്ത 6 മാസത്തേക്ക് രാജഭരണം നിർവഹിക്കാൻ പറഞ്ഞു. കാരണം കൊട്ടാരത്തിൽ വിക്രമാദിത്യന് 6 മാസം പൂർത്തിയായിരുന്നു. അധികം താമസിയാതെ തന്നെ വിക്രമാദിത്യൻ ബ്രാഹ്മണനും മകനും കുളിച്ച സമുദ്രസ്ഥാനത്ത് എത്തിച്ചേർന്നു. വിക്രമാദിത്യൻ കടലിലേക്ക് ഇറങ്ങി നീന്താൻ ആരംഭിച്ചു. ഇത് കണ്ട് വലിയൊരു സ്രാവ് അകലെ നിന്ന് വെള്ളത്തിലൂടെ നീങ്ങി വരുന്നത് വിക്രമാദിത്യൻ കണ്ടു. വായ തുറന്നു പിടിച്ചിരുന്നു. എത്തിയതും ആ വലിയ മീൻ വിക്രമാദിത്യനെ വിഴുങ്ങി. വിക്രമാദിത്യൻ തടയാൻ നിൽക്കാതെ തന്നെ വിഴുങ്ങാൻ അനുവദിച്ചു. അദ്ദേഹം അതിൻ്റെ വയറ്റിനുള്ളിലേക്ക് കയറി ചെന്ന് തിരയാൻ ആരംഭിച്ചു. ഒടുവിൽ ആ ബ്രാഹ്മണ ബാലനെ കണ്ടെത്തി. ഉടൻ തന്നെ ആ മത്സ്യത്തിൻ്റെ വായ് പിളർത്തി ആ ബാലനെയും കൂട്ടി വിക്രമാദിത്യൻ പുറത്തു വന്നു. ഈ സമയങ്ങളിൽ ആ മത്സ്യം ഒരുപാട് ദൂരം സഞ്ചരിച്ചിരുന്നു. മത്സ്യത്തിൻ്റെ വായ് പിളർത്തി പുറത്തു വന്ന വിക്രമാദിത്യനും ബാലനും നീന്തി കരപറ്റിയത് ഒരു വിജന പ്രദേശത്തായിരുന്നു. പെട്ടെന്ന് വേതാളത്തിനെ വരുത്തി അതിൻ്റെ പുറത്തിരുന്നു കൊണ്ട് വിക്രമാദിത്യനും ബാലനും സമീപത്തുള്ള വിദർഭ രാജ്യത്ത് എത്തിച്ചേർന്നു. ആ സമയം വിദർഭ രാജാവ് സുകേശൻ്റെ അതിസുന്ദരിയായ പുത്രി സന്താനവല്ലിയുടെ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. ആ സ്വയംവരത്തിനായി ഒരുപാട് രാജാക്കന്മാർ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. കൂടെയുള്ള ബ്രാഹ്മണ ബാലനെ ഒരു സത്രത്തിൽ താമസിപ്പിച്ചുകൊണ്ട് വിക്രമാദിത്യൻ ആ സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ തീർച്ചപ്പെടുത്തി. വേതാളത്തിനോട് കുറച്ച് അപൂർവ രത്നക്കല്ലുകൾ കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയും ആ കല്ലുകൾ വിൽക്കുന്ന ഒരു വ്യാപാരിയായിക്കൊണ്ട് അവിടുത്തെ സത്രത്തിൽ അദ്ദേഹം താമസിച്ചു. വളരെ വേഗത്തിൽ തന്നെ വിക്രമ വ്യാപാരിയുടെ രത്നങ്ങളെ പറ്റിയുള്ള ഖ്യാതി അവിടമെല്ലാം പരന്നു. സ്വയംവരത്തിന് വന്ന രാജാക്കന്മാരിൽ പലരും വിക്രമ വ്യാപാരിയുടെ അപൂർവ രത്നങ്ങൾ വാങ്ങി കയ്യിൽ വച്ചു. ഈ രത്നങ്ങൾ കയ്യിലുണ്ടെങ്കിൽ സന്താനവല്ലിക്കു തങ്ങളോട് പ്രണയം തോന്നുമെന്നും അവൾ അവരെ തന്നെ വരിക്കുമെന്നും ഓരോരുത്തരും ചിന്തിച്ചു. വിക്രമ വ്യാപാരിയുടെ രത്നങ്ങളെക്കുറിച്ച് വിദർഭ രാജാവും കേട്ടു. വിവാഹത്തിന് മകൾക്ക് കൊടുക്കാനായി രത്നങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം വിക്രമ വ്യാപാരിയെ സ്വയംവരത്തിന് ക്ഷണിച്ചു. കേമന്മാരായ നിരവധി രാജാക്കന്മാർ ഇരിക്കുന്ന വേദിക്ക് അപ്പുറത്തായി വിക്രമ വ്യാപാരിക്ക് ഇരിപ്പിടം കിട്ടി. സ്വയംവര മുഹൂർത്തമായി. കന്യക തോഴിമാരുമായി വേദിയിൽ പ്രവേശിച്ചു. സന്താനവല്ലിയുടെ സൗന്ദര്യം കണ്ട് വേദിയിലിരിക്കുന്ന ഓരോ രാജാക്കന്മാരുടെയും മുഖം പ്രതീക്ഷ കൊണ്ട് പ്രകാശിച്ചു. സന്താനവല്ലിയുടെ കൂടെയുണ്ടായിരുന്ന തോഴി ഓരോ രാജാക്കന്മാരെയും പരിചയപ്പെടുത്തി കൊടുത്തു. ഓരോരുത്തരെയും പിന്തള്ളിക്കൊണ്ട് കുമാരി നടന്നു നീങ്ങുമ്പോഴാണ് അല്പം പിറകിലായി കുറച്ചകലെ പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു സുന്ദരഗാത്രനെ അവൾ കണ്ടത്. അയാളുടെ തലയെടുപ്പും മുഖത്തെ തേജസ്സും പുഞ്ചിരിയുടെ വെളിച്ചം വീശുന്ന മുഖവും കണ്ടപ്പോൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവൾക്കായില്ല. അവൾ ആ മനുഷ്യൻ്റെ കഴുത്തിൽ വരമാല ചാർത്തി. സദസ്സിൽ കോലാഹലമായി. അബദ്ധം. അയാൾ രാജാവല്ല, അയാൾ ഒരു വ്യാപാരിയാണ്.
രാജാക്കന്മാരെ അവഹേളിച്ചു, കുലത്തിന് കളങ്കമുണ്ടാക്കി എന്നൊക്കെ സദസ്സിൽ നിന്നും ഒച്ചപ്പാടുകൾ ഉയർന്നു കേട്ടു. വിദർഭ രാജാവിൻ്റെ മുഖം വിവരണമായി. ഒരുപാട് രാജാക്കന്മാരെ മകൾ ശത്രുക്കളാക്കിയിരിക്കുന്നു. ഇനി എന്തു ചെയ്യാൻ പറ്റും? കന്യകയുടെ തീരുമാനം അന്തിമമാണ്. അംഗീകരിച്ചേ മതിയാകൂ. ആരും ഒന്നും മിണ്ടിയില്ല. കഴുത്തിൽ വരമാല വീണ വിക്രമാദിത്യൻ പുഞ്ചിരിയോടെ അവിടെ തന്നെ നിന്നു. സന്താനവല്ലിക്കും അബദ്ധം പറ്റിയത് മനസ്സിലായി. മുഖത്തെ തേജസ്സും ചൈതന്യവും കണ്ടു ഭ്രമിച്ചാണ് താൻ വരമാല ചാർത്തിയത്. പക്ഷെ അതൊരു വ്യാപാരിയായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. മറ്റു ചടങ്ങുകളും സദ്യയും വലിയ ആരവമൊന്നുമില്ലാതെ നടന്നു. പല രാജാക്കന്മാരും സദ്യയ്ക്ക് നിൽക്കാതെ വന്ന വഴി പുറത്തേക്ക് പോയി. രാത്രിയായി. വിക്രമ വ്യാപാരിക്ക് ശയ്യാഗൃഹത്തിലേക്ക് ക്ഷണം എത്തി. അവിടെ അദ്ദേഹത്തിൻ്റെ കട്ടിലിന് സമീപം വലിയൊരു തിരശ്ശീല കൊണ്ട് മറച്ചിരുന്നു. അതിനപ്പുറത്ത് സന്താനവല്ലിയും ബന്ധുക്കളും ഇരിപ്പുണ്ടായിരുന്നു. തന്നെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. അതറിയാനുള്ള ശ്രമമാണ് എന്ന് വിക്രമാദിത്യൻ മനസ്സിലാക്കി. അവിടെ ആരൊക്കെ ഉണ്ടെന്ന് വിക്രമ വ്യാപാരിക്ക് അറിയില്ലായിരുന്നു. തന്നെ വരിച്ച സന്താനവല്ലി അവിടെ ഉണ്ടാകുമോ? അദ്ദേഹം ഒരു നേരം പോക്ക് കാണിക്കാൻ നിശ്ചയിച്ചു. തൻ്റെ വാഹനമായ വേതാളത്തെ തിരശ്ശീലയിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ട് തിരശ്ശീലയോട് അദ്ദേഹം പറഞ്ഞു, യവനികേ, അപ്പുറത്ത് എൻ്റെ പ്രിയതമ സന്താനവല്ലി, ഇപ്പുറത്ത് ഞാനും. വിവാഹം കഴിഞ്ഞുവെങ്കിലും അവൾ എന്നോട് ഇതുവരെ ഒന്നും മിണ്ടിയില്ല. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. അതുകൊണ്ട് നീയെങ്കിലും എന്തെങ്കിലും സംസാരിക്കുക. ഇത് കേട്ട് അപ്പുറത്തുണ്ടായിരുന്ന ബന്ധുക്കൾ അമ്പരന്നു. ഇയാൾ തലയ്ക്ക് സുഖമില്ലാത്ത ആളാണോ? തിരശ്ശീല സംസാരിക്കുമോ? സന്താനവല്ലിയാണ് കൂടുതൽ അമ്പരന്നത്. താൻ തിരഞ്ഞെടുത്തത് ഒരു മണ്ടനെയാണോ? അവൾ തൻ്റെ പിതാവിനെ നോക്കി. പിതാവിൻ്റെ മുഖം വിളറി വെളുത്തിരുന്നു. പെട്ടെന്ന് അവരെ അമ്പരപ്പിച്ചുകൊണ്ട് ആ തിരശ്ശീല സംസാരിക്കാൻ തുടങ്ങി. അങ്ങ് പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? പക്ഷേ എന്തു ചെയ്യാം? എന്നെ ഇവിടെ ബന്ധിച്ചിരിക്കുകയാണല്ലോ. കെട്ടഴിച്ചു വിടുകയാണെങ്കിൽ ഞാനൊരു കഥ പറയാം. തിരശ്ശീല പറഞ്ഞു. ഉടനെ തന്നെ സന്താനവല്ലി തിരശ്ശീലയുടെ കെട്ടഴിച്ചു. അത് നിലത്ത് വീണു. ഇപ്പോൾ വിക്രമ വ്യാപാരിക്കും സന്താനവല്ലിക്കും പരസ്പരം കാണാമെന്നായി. അവൾ ഭർത്താവിനെ ഒരു നിമിഷം നോക്കി. തിരശ്ശീല കഥ പറയാൻ ആരംഭിച്ചു. ചന്ദ്രഗിരിയുടെ താഴ്വരയിലുള്ള മഗധം ഭരിച്ചിരുന്ന രാജാവായിരുന്നു ചന്ദ്രഗുപ്തൻ. പല ഭാര്യമാർ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. ദീർഘകാലത്തെ പ്രാർത്ഥനയുടെ ഫലമായി ഭാസ്കരവർമ്മൻ എന്ന ഒരു മകൻ ജനിച്ചു. ഭാസ്കരവർമ്മൻ ആയോധന കലയിൽ പ്രഗത്ഭനും കാഴ്ചയിൽ അതിസുന്ദരനുമായിരുന്നു. പുത്രൻ യുവാവായപ്പോൾ മകന് അനുരൂപയായ വധുവിനെ തേടാൻ ചന്ദ്രഗുപ്തൻ ആരംഭിച്ചു. ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടും അനുയോജ്യയായ വധുവിനെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ മകൻ്റെ ഒരു ഛായാചിത്രം തയ്യാറാക്കിക്കൊണ്ട് അതുമായി ഒരു സംഘം സേവകരെ എല്ലാ നാടുകളിലേക്കും പറഞ്ഞയച്ചു. ഈ സംഘം പല നാടുകളിലായി 100 കന്യകകളെ കാണുകയും ഒന്നും രാജകുമാരന് യോജിച്ചതായി കാണാതെ വരികയും ചെയ്തതിനാൽ അവർ നിരാശരായി മടങ്ങുകയായിരുന്നു. ഒരു നദിയുടെ കരയിലെത്തിയപ്പോൾ അവർ മറ്റൊരു സംഘത്തെ കണ്ടുമുട്ടി. അവരും ഇതുപോലെ അവരുടെ രാജ്യത്തുള്ള രാജാവിൻ്റെ അതിസുന്ദരിയായ മകൾ ആനന്ദിനിക്ക് യോജിച്ച വരനെ തേടിക്കൊണ്ട് അവളുടെ ഛായാചിത്രവും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഒരുപാട് അലഞ്ഞിട്ടും അവർക്കും അനുരൂപനായ ഒരു കുമാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ 2 സംഘങ്ങളും കൂടി ആ 2 ഛായാചിത്രവും ഒരുമിച്ച് നോക്കി. അത്ഭുതം! ഇത്രയും അനുയോജ്യരായ കുമാരന്മാരെ അവർക്കിതുവരെയും കാണാൻ കഴിഞ്ഞിരുന്നില്ല. താമസിയാതെ തന്നെ 2 രാജ്യത്തും അവർ വിവരമെത്തിച്ചു. ഉടൻ തന്നെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ആ വിവാഹം നടന്നു. രാജാക്കന്മാർ കെങ്കേമമായാണ് ആ വിവാഹം നടത്തിയത്. ചന്ദ്രഗിരി കുന്നുകൾക്കിടയിലുള്ള ഒരു പൊയ്കയുടെ കരയിൽ രാജാവ് വധൂവരന്മാർക്ക് വേണ്ടി ഒരു മണിമാളിക പണിതു. അതിൽ എല്ലാ മുറികളിലും പൗർണമിയിൽ പൂനിലാവ് ഒഴുകിയെത്തുമായിരുന്നു. ഭാസ്കരവർമ്മനും ആനന്ദിനിയും ആ മണിമന്ദിരത്തിൽ ആസ്വദിച്ചു കഴിഞ്ഞു വരികയായിരുന്നു. പൊയ്കയിൽ അർദ്ധരാത്രി കുളിക്കാനായി ദേവകന്യകകൾ എത്താറുണ്ട്. ഒരിക്കൽ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന മാളിക സന്ദർശിക്കാൻ അവരെത്തി. അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പൂവമ്പനെപ്പോലെ സുന്ദരനായ രാജകുമാരനെ കണ്ടു മോഹിച്ച് അവർ 2 പേരും അറിയാതെ ദേവകന്യകകൾ അയാളെ അപഹരിച്ചു കൊണ്ടുപോയി. പിറ്റേന്ന് ഉറക്കം ഉണർന്ന് ആനന്ദിനി ഭർത്താവിനെ കാണാതെ വിഷമിച്ചു. വിവരമറിഞ്ഞ് ചന്ദ്രഗുപ്തൻ 4 പാടും അന്വേഷണത്തിനായി സംഘങ്ങളെ അയച്ചു. ദിവസങ്ങളുടെ അന്വേഷണത്തിലും ഭാസ്കരവർമ്മനെ കാണാനായില്ല. ദേവകന്യകകളുടെ വാസസ്ഥലത്ത് മനുഷ്യന് എത്തിച്ചേരാൻ കഴിയില്ലല്ലോ. എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം ദേവകന്യകകൾ ഭാസ്കരവർമ്മനെ മാസ്മരവിദ്യയിൽ മയക്കിക്കൊണ്ട് ചന്ദ്രഗിരിയിലെ മണിമാളികയിൽ എത്തിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത് ഉറക്കത്തിലാണ്ട രാജകുമാരിക്കും മാസ്മരവിദ്യയിൽ മയങ്ങിയ ഭാസ്കരവർമ്മനും അറിവില്ലായിരുന്നു. ഇത്രയും പറഞ്ഞ ശേഷം തിരശ്ശീല കഥ പറയൽ നിർത്തി.
സന്താനവല്ലിയും ബന്ധുക്കളും കഥയിൽ ലയിച്ചിരിക്കുകയായിരുന്നു. കഥ പാതിക്ക് നിർത്തിയത് അവർക്ക് വളരെയധികം ഇച്ഛാഭംഗമുണ്ടാക്കി. വിക്രമ വ്യാപാരി കഥ മുഴുവൻ പറയാൻ തിരശീലയോട് പറഞ്ഞു. ഈ കഥയുടെ ബാക്കി തനിക്കറിയില്ലെന്നും ആ ശരവിളക്കിനോട് ചോദിച്ചാൽ ബാക്കി ഭാഗം പറയും എന്ന് തിരശീല പറഞ്ഞു.